ുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു ഡാഡി. ഇവിടെ ക്യാമറ ഞാൻ എന്നെ തന്നെ നോക്കുക. എടി പക്ഷെ ഇവിടെ നോക്കണം സംസാരിക്കുമ്പോ. ഹായ് ഹലോ നമസ്കാരം, അപ്പം ഇന്ന് ഞങ്ങള് എവിടെ പോകുന്നത്? നമ്മൾ കടല് കാണാൻ പോവാണ്. കടല് ഉണ്ടോ എന്ന് അറിയത്തില്ല, അതോ കടല് കരതിന്നോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളെല്ലാവരും കൂടെ ഇന്ന് നമ്മൾ കടൽ കാണാൻ പോവുകയാണ്. സോ നമ്മൾ പോകുന്ന ബീച്ചിന്റെ പേര് എന്നാ? ബീച്ചിന്റെ പേര് നെയിം ബീച്ച്. നമ്മുടെ ചിഞ്ചാണ്ടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നെയിം ബീച്ചിൽ. അവിടെ വലുതായിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ വെള്ളം ഉണ്ടോ നമുക്ക് നോക്കണം. പക്ഷെ സ്റ്റിൽ നമ്മൾ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ വന്നിട്ട് ചിഞ്ചാണ്ടിയാണ്. സോ ചിഞ്ചാണ്ടിയാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു ചാണ്ടി ഉണ്ട്. ആ ചാണ്ടി മൂത്ത ചാണ്ടി. എടി നിന്റെ അമ്മച്ചിക്ക് ഒരു ഹായ് പറഞ്ഞേക്ക. നിന്റെ അമ്മച്ചി ഹായ് അമ്മച്ചി, ഐ മിസ് യുവർ ഫുഡ്. അമ്മച്ചി ഇപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. അപ്പം എലമെന്റിക്ക് ഒരു ഹായ് അന്നമ്മ അമ്മച്ചി. അന്നമ്മ അമ്മച്ചിയോ? എന്റെ ഹൃദയം എന്റെ അമ്മച്ചി. ഇവളുടെ അമ്മയ്ക്ക് ഭയങ്കര പരാതിയാണ്. സോ ചേച്ചി ഇന്ന് ഒരുങ്ങാൻ പോയേക്കാണ്. ഒരുങ്ങി വരുന്ന ചേച്ചിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഗൈസ്, ആരും കണ്ടു നോക്കരുത്. പഴയ കരീന കപൂർ ആണ്. ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത് നമ്മള് ചേച്ചി അങ്ങ് വെച്ചേക്കാണ് സെറ്റ്. അപ്പൊ അവളുടെ അമ്മ വരട്ടെ. പക്ഷെ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വിജയ് അങ്ങ് കൊണ്ടുപോയി ചേച്ചിനെ. സോ ലെറ്റ്സ് സീ. I think she's upstairs, so she will be so you continue. അപ്പൊ ഗൈസ്, നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ മെയിനായിട്ട് ആലപ്പുഴ ബീച്ചിൽ പോകണം. അവിടെയാണ് ലൈക്ക് ഇങ്ങനെ ഗുഡ് വേവ്സ് ആണ് ഗൈസ്. ഇവിടെ വേവ് ഇല്ല. ആറ് കണക്കിനാണ് ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത്. ഓ, ഞാൻ ഒരു ആൻറ്റി ആയിരിക്കും. ഓക്കെ ഗൈസ്, സോ ഇത് ഞാൻ തയ്ച്ച ക്രോപ്പ് ടോപ്പാണ്. ഞാൻ ഇപ്പൊ തയ്ച്ച ക്രോപ്പ് ടോപ്പ് ഫ്രഷ്ലി ഹോം മെയ്ഡ് ആണ്. സോ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. സോ അതെ, നമ്മുടെ ചേച്ചിയോട് അപ്പൊ ചേച്ചി, നമ്മുടെ സുന്ദരി ചേച്ചി കരീന കപൂർ ചേച്ചി. ചേച്ചി എക്സൈറ്റഡ് ആണോ ബീച്ചിൽ പോവാൻ? നേരെ നോക്ക്. ചേച്ചി ബീച്ചിൽ പോവാൻ എക്സൈറ്റഡ് ആണോ? ചേച്ചി വെള്ളം ഇല്ലാത്തോണ്ടാണോ ബീച്ചില്? ചേച്ചി ഓഫ് ഡേ ആണ്. അതുകൊണ്ട് ചേച്ചി ഞങ്ങളെ കാണാൻ കോണം ബ്രിഡ്ജിൽ നിന്ന് വന്നതാണ്. ചേച്ചി ഭയങ്കര ഷോപ്പിംഗ് അഡിക്റ്റ് ആണ് ഗൈസ്. എപ്പോഴും ചേച്ചിക്ക് ഷോപ്പിംഗ്. ഷീ സോ റിച്ച്. ചേച്ചി ഭയങ്കര റിച്ച് ആണ്. ക്യാഷ് ഒക്കെ ചേച്ചി ഇങ്ങനെ എടുത്ത് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് എന്താ മേടിച്ചു തരുന്നേ? എനിക്ക് ഇതെന്റെ മമ്മി, നിങ്ങളുടെ കരീന കപൂർ. ഇത് ഞാൻ, ഇതെന്റെ അമ്മ. ഹായ്. അത് മാത്രം ഹായ്. അത് വേറെ. ഇത് ചേച്ചിയമ്മ. ചിഞ്ചാണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ടൂർ കോർഡിനേറ്റർ. ആക്ച്വലി ടൂർ ഒന്നും അല്ല, പക്ഷെ നമ്മൾ എപ്പം പോണ ചേച്ചി നെയിം ബീച്ച് കേട്ടോ. ഇത് കരീനക്കപ്പുറം മകൾ, ഞങ്ങളുടെ സ്വന്തം ഹാന. സോ ഞാൻ ക്യാമറ ഹാനമ്മയുടെയിലേക്ക് കൈമാറുകയാണ്. Hanama, are you excited? Hanama, are you excited? No, because ഈ ആറ് കണ്ടിട്ടുള്ളതാണ്. ആറല്ല ബീച്ച്. ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ട് നിങ്ങൾ ചോദിക്കുന്നത് ബീച്ച് തന്നെയാണോ? നിങ്ങൾക്ക് വിവരം തെറ്റിപ്പോയെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. This is beach but it's R. Actually നമ്മള് എന്റെ ഫ്രണ്ട്സ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടൊക്കെ കുറെ പേര് പറഞ്ഞു ഹാനമ്മ ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര ഭാവിയുണ്ട് കൊച്ചിന്, ഭയങ്കര നന്നായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ വ്ളോഗ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ടാണ് ഹാന വ്ളോഗ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഹാനക്ക് കുറെ ഫാൻസ് ഇருக்கு. പറയണം ചേച്ചി, പറയണം ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് പറയണം. കാർത്തിയൊക്കെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഹാന ഇസ് ദ ബെസ്റ്റ്. നീ ആ ഫോൺ ആ കൊച്ചിന്റെ കൊടുക്കാന്ന് പറഞ്ഞ. ഹാന താങ്ക്സ് പറ. ഇങ്ങനെ എന്നെ പൊക്കി പറഞ്ഞവരോട് വളരെ നന്ദി. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും
എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ക്യാമറ ഓഫ് ആവുമ്പോ ഹാനയ്ക്ക് വേറൊരു മുഖം വേറെ മുഖം. അതെ, പുതിയ മുഖം. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല അത്, ആക്ച്വലി അത് അങ്ങനെയാണ്, ഒറിജിനൽ അങ്ങനെയാണ്. നിങ്ങളുടെ അത് ചതിക്കരുത് ഗൈസ്. അപ്പം എന്തായാലും ഞങ്ങള് ബീച്ചില് ഭയങ്കര ഇതൊരു റൗണ്ട് അബൌട്ട് ആണ് ആക്ച്വലി. ഇവിടെ എപ്പോഴും ഭയങ്കര ക്ലാഷ് ആണ്. ടിൻചാണ്ടി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വണ്ടി ഓടിക്കുന്ന കാര്യത്തില്. റൂൾസ് ഒക്കെ ഭയങ്കരമായിട്ട്. നീ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടോ? ഒന്നെന്റെ മോമ്പ് കാണിച്ച് വെച്ചപ്പോണോ? അപ്പം ടിൻചാണ്ടി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ബാക്കി സ്കോട്ട്ലൻഡിലുള്ളവരൊക്കെ വണ്ടി ഭയങ്കര മോശമായിട്ടാണ് ഓടിക്കുന്നത്. സോ റൈഡർ ടിൻചാണ്ടി. സോ എന്തായാലും കൂടുതൽ കത്തി വെക്കുന്നില്ല, ഞാൻ കൂടുതൽ സംസാരിച്ച ഹാനെ പോലെ ആവും ഞാനും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പം വിരമിക്കുകയാണ് കോൺവെർസേഷൻ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ബാക്കി ഹാന സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഇതൊരു പാലമല്ല, ഒരു ബ്രിഡ്ജാണ്. അതാണ്, പാലമാണ്. പാലത്തിലൂടെ നടക്കും ഞാൻ കണ്ണാതി ഉറങ്ങടാ, കണ്ണാനി തൂങ്ങടാന്നല്ലയോ? കണ്ണാനി തൂങ്ങടാ. മറ്റേ ഇതിനകത്ത് പറയത്തില്ല സൂപ്പന ഡാഡി കൂൾ തണുത്ത തന്തേ നീ എന്റെ തണുത്ത തന്തേ. എന്തായാലും നമ്മളെ ചളിയാക്കുന്നില്ല ഗൈസ്. അതൊക്കെ ഇതെല്ലാം വരും. നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത വെച്ചാല് നമുക്കൊരു മറയില്ല ഗൈസ്. അല്ല മറയില്ല. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ പറഞ്ഞത്. മറയില്ല, നമ്മൾ ഫുള്ള് നാച്ചുറൽ ആണ്. നമ്മൾ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ല. നമ്മളെല്ലാം ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെല്ലാം അതുപോലെ തന്നെ ഇടും. അല്ല എഡിറ്റ് ചെയ്ത് കുത്തി കയറ്റി അങ്ങനെ സംഭവങ്ങളൊന്നും നമ്മുടെ ഇല്ല. നമ്മൾ ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ഫാമിലി. അതെ, നാച്ചുറൽ യൂട്യൂബേഴ്സ് ആണ് നമ്മള്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ നിർത്തി ഗൈസ്. ഓക്കെ, സ്റ്റോക്ക് തീർന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കാണാം. അതെ, അപ്പോൾ ബൈ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഷെയർ ആക്കി. നിങ്ങൾ പരസ്യം കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കരുത്. നിങ്ങൾ എല്ലാവരും ഒരു കാമ്പ് പിടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ബീച്ചിൽ എത്തുന്നതായിരിക്കും. എന്നാലേ എനിക്ക് മേക്കപ്പ് മേടിക്കാൻ പൈസ കിട്ടത്തുള്ളൂ. അതിനകത്ത് കൊടുക്കുന്നതല്ല, പക്ഷെ സ്റ്റിൽ യെസ്. എനിവേസ് നമുക്ക് പോയിട്ട് കാണാം. അതെ, അമ്മ ബൈ പറ. ബൈ, സീ ഗൈസ്. ബൈ പറ. സേ ബൈ. സീ യു. ഓക്കേ. അപ്പൊ അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സെലിബ്രിറ്റി, നമുക്ക് VIP ആണ്, ക്യൂട്ടസ് വാരി എറിയുന്ന ഹാന. ഇനി ഓരോരുത്തരായിട്ട് പയ്യെ ഇറങ്ങും. അപ്പൊ അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ബീച്ച് ഇതേ അവിടെയാണ്. കണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുക ബീച്ച്. മണ്ണെണ്ണ ഊറും ബ്ലഡിന്റെ പാട്ട് പാടുക ഇവള്. മൂച്ചവ പേച്ചവ പേരിസലും ഞാൻ പാടുന്നില്ല, അഴകവ ആ പാട്ടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ആ കാറിൽ ഒരു അപ്പച്ചനും അമ്മച്ചും ഉണ്ടായിരുന്നു. അവർ നമ്മളെ സ്റ്റെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല. നീ നോക്കണ്ട, ഞാനോ കണ്ടു, നീയായിട്ട് എന്തിനെ കാണും. അപ്പം അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. നമ്മൾ ഇനിയും എടുക്കാൻ പോകും. നമ്മളെ ബീച്ച് കാണാൻ പോവാ ആക്ച്വലി. സോ ദാറ്റ്സ് ഇറ്റ്. കരീന കപൂർ ഒരു എന്നാണ് ഒരു ഗസ്റ്റ് റോളിൽ വന്നാണ് ഗൈസ്. കരീന കപൂർ ഓടുവാണ്. ചേച്ചിയുടെ ഒരു പ്രത്യേകത വെച്ചാല് ചേച്ചി ഓടാൻ തുടങ്ങിയ പിന്നെ നിർത്തി നിൽക്കത്തില്ല. മൗണ്ട് കാർമലിന്റെ എന്താ പറയാ, കണ്ണിൽ ഉണ്ണിയായിരുന്നു ചേച്ചി. ശിവസ മുട്ടയിലെ ഉണ്ണി പോലെ കണ്ണിൽ ഒരു ഉണ്ണി പോയി അങ്ങ് പോയി. ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുള്ളൂ. സോ എന്തായാലും ഞാൻ ഫോൺ നമ്മുടെ വ്ളോഗറിനെ കൊടുക്കാം. കുട്ടി വ്ളോഗർ. ഐ ഡോണ്ട് ലൈക്ക് ഈ സ്കോട്ട്ലൻഡിലത്തെ കാറ്റ് ഗൈസ്. ഇറ്റ്സ് വെരി ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സാധനം. അവിടെ പാർക്കൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കാൻ ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വഴി. അത് നമ്മുടെ കരീന കപൂർ അവിടെ ഉണ്ട്, കാണാമോ ഗൈസ്? അങ്ങോട്ട് പോവാ. കരീന കപൂർ വായിക്കോട്ടം വിടുന്നുണ്ട് ഗൈസ്. ഓക്കെ, സോറി, ക്യാമറ ഇതായി. ഓക്കെ, സോ നമ്മൾ
അങ്ങോട്ടേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇത് ചുമ്മാ 6 പോലത്തെ സാധനം. ഇവിടെ എവിടെയാണ് അമ്മ ഇത്? അമ്മ ഇപ്പൊ ഞാൻ പോയേനെ. ഓക്കെ, ഇത് ചുമ്മാ 6 പോലത്തെ സാധനം. ഇത് നോ വേവ്സ് അറ്റ് ഓൾ. വാ, അവിടെ ഞാനും കാണും. ഞാൻ താഴെ പോകുന്നു ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് കാണാം. ടിക്കറ്റ് ഭയങ്കര വിലയാണ്. നമ്മളെ ആക്ച്വലി ഇവിടെ ഇറങ്ങിയപ്പം മാത്തൻ നമുക്ക് പാർക്കിൽ പോകണം. അപ്പം നമുക്ക് പാർക്കും ബീച്ചും ഉള്ള സ്ഥലത്തേക്ക് നമ്മളിനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ കണ്ടോ, വെളിച്ചം കണ്ടോ ചേച്ചി? പരയിട്ടതുപോലെ. പക്ഷെ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്, നിങ്ങൾക്ക് ഭാഗ്യമില്ല കാണാൻ. ഞങ്ങൾക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ. കഷ്ടം. ഹാന വലിയ കാര്യത്തില് കയറിയതാ ഗൈസ്. ഹാന കയറിക്കൊണ്ട് അനങ്ങുന്ന പോലും ഇല്ല. പണ്ട് ആണോ, കുറെ പേരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. നമ്മള് ആ ഒരു ഉദ്ദേശത്തിലാണ് ആക്ച്വലി വന്നത്. പക്ഷെ എന്നാന്ന് വെച്ചാല് ഭയങ്കര തണുപ്പായിരിക്കും. ലെറ്റ്സ് ട്രൈ. ഞാൻ അതുകൊണ്ട് ചെരുപ്പൊക്കെ ഇട്ടാണ് ഗൈസ് വന്നത്. എന്തായാലും ചേച്ചിയുടെ കൂടെ കാലൊക്കെ ഒന്ന് നനച്ചൊക്കെ നോക്കാം. പാട്ട് അവിടെ സിൽവർ കളറ് അത് കടലാണ്. അവിടെ നിന്ന് അപ്പുറത്തൊരു കടലാണെന്നാണ് എൻ്റെ ഒരു, അല്ല ബീച്ച് ഓൾറെഡി കടലാണല്ലോ അല്ലേ. പോ തനിയാകെ തവക്കിണ്ട് അൻപേ പോ ദൂരെ ദൂരം വേണ്ട മനമ്പേ പോ നീ തൊട്ട ഇടമെല്ലാം നരുകിറത് അൻപേ പോ நான் போகும் இவ்விடங்கள் நனைகிறது அன்பே போ நிஜம் தேடும் அன்பே போ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരു നാട്ടിൽ പോവുകയല്ല, ഞാൻ ഉറപ്പിച്ച കാര്യം. അപ്പോ നല്ല തണുപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ ബീച്ചിൽ വരാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നാണ് അമ്മയും മകളും. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ അമ്മയും മകളും എടുത്ത് ഈ പറയുന്നൊക്കെ വീഡിയോയിൽ കേൾക്കാം, മിണ്ടായിരിക്കേ. അപ്പം ഇപ്പൊ ആണെങ്കിൽ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. എല്ലാവരുടെ വിചാരം പെണ്ണുങ്ങൾക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്നാണ്. പ്രത്യേകിച്ച് എന്റെ മമ്മി. എന്റെ അമ്മ പറഞ്ഞു എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് വല്ലതും അറിയാവുന്നു ഗൈസ്. അതെ, കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് എപ്പോഴും കുറെ പേര് ഇൻസ്റ്റഗ്രാമിലും സ്നാപ്പിലും കുറെ ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിലും സ്നാപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ട് ഞാനൊരു അർജന്റീന ഫാനാണ്, മെസ്സി ഫാനാണ്, എൻ്റെ ഇവളും എൻ്റെ അനന്തരവളും അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും പോയി റൊണാൾഡോനെ കുറ്റം പറയോ അല്ലെങ്കിൽ അവരുടെ ടീമിനെ കുറ്റം പറയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇവര് വന്നിട്ട് ഇങ്ങനെ അതാണ് ഇതാണ് നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ട്രോഫി അല്ലേ എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് റോങ്. നമ്മൾ കാശ് കൊടുത്തിട്ടൊന്നുമല്ല, കളിക്കാൻ അറിയാവുന്നവരെ കളിക്കും. പിന്നെ ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ഗൈസ്. നമുക്ക് ആരെ ഇഷ്ടപ്പെടണം, ആരെ ഇഷ്ടപ്പെടേണ്ട, ആരെ സപ്പോർട്ട് ചെയ്യണം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിന് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടോ കുശും പഠിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഓക്കെ, സോ ഇതിൽ ആഡ് ഓൺ ചെയ്യണമെന്ന് വിചാരിച്ചു. സോ നമ്മൾ വാമോസ് അർജന്റീന. ഓക്കെ, എന്തായാലും നമ്മൾ ബീച്ചിൽ വന്നു. ഇവിടെ ബീച്ചിൽ ഇറങ്ങിയില്ല, ഞാൻ ബീച്ചിലൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഐസ്ക്രീം ഉണ്ടെങ്കിൽ 2 ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഇവർക്ക് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഇവരെ കോണനിൽ തിരിച്ചുകൊണ്ടാക്കണം. അവരുടെ വീട്ടിൽ പേര് കോണൻ ബ്രിഡ്ജ് എന്നാണ്. ഇവർ താമസിക്കുന്ന കോണൻ ലേക്കിൻ്റെ അടുത്താണ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് കോണൻ ബ്രിഡ്ജ്. ഓക്കെ, സോ ബൈ.